എങ്ങനെയുണ്ട് ചേട്ടാ പടം? എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടാ ഒന്ന് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ചെയ്തു വെച്ചേക്കാൻ അങ്ങനെയാണ് കണ്ടു. എങ്ങനെയുണ്ട് ബ്രോ? എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇഷ്ടപ്പെട്ടത് മേക്കിംഗ് തന്നെയാണ്. ബോളിവുഡ് ലെവൽ മൂവി, ഒരു രക്ഷയില്ല. പടം അമിതാഭ് ബച്ചൻ നല്ല പ്രൈസ് പ്രഭാസ് ഫസ്റ്റ് നെഗറ്റീവ് ആയിട്ട് ലാസ്റ്റ് ആണോ? ഇവിടെ സത്യം പറഞ്ഞാൽ പ്രഭാസിന് ചെറിയ നെഗറ്റീവ് റോൾ ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ആയപ്പം കില്ലായിരുന്നു. പറയാൻ രാമായണത്തിന്റെ ആ സ്റ്റൈൽ പോലെ നല്ലതായിരുന്നു. രോമാഞ്ചം. കമലഹാസൻ ഫാനാണെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടിപൊളി പാട്ടാണ്, കണ്ടിരിക്കേണ്ട പാട്ടാണ്. വിഷയം പാട്ട്. ലാസ്റ്റ് ഇന്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സ് ഒക്കെ വെറും വിഷയം. അടിപൊളി ഒരു ബോംബെന്നൊക്കെയാണല്ലോ എല്ലാവരും പറഞ്ഞത്. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ത്യയിൽ നടത്തിയ ട്രൈലർ പലരും പറയുന്ന ഒരു ബോംബാണെന്ന് ബോംബാണെന്ന് പറയുന്നത് കൊള്ളില്ലെന്നൊക്കെ പറയുന്നത് അങ്ങനെയുണ്ടോ? അത് ലൈക്ക് ഇത്രയും വലിയ ട്രൈ നടത്തുന്നില്ലേ, നല്ലതല്ലേ? ഒരു BC മീഡിയ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ മിത്തോളജി, മഹാഭാരതയും പിന്നെ ഫ്യൂച്ചറായിട്ട് കുറച്ച് സംഭവങ്ങളാണ്. പടം മൊത്തത്തിൽ നൈസാണ്. തിയേറ്റർ മാസ്റ്ററാണ്. രക്ഷയില്ല, അടിപൊളി പടം. മഹാഭാരതത്തിന്റെ പെർഫോമൻസ് ഇത്ര നല്ലൊരു പടം ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. കുറച്ച് മഹാഭാരതത്തിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ തന്നെ പടം കിട്ടില്ലോ. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമ, കിട്ടില്ല സിനിമ ഒന്നും പറയാനില്ല. പലരും ഭയങ്കര നെഗറ്റീവ് ആണല്ലോ അടിക്കുന്നത്. അങ്ങനെ നെഗറ്റീവ് അടിക്കാനായിട്ട് ഇതിലൊന്നുമില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും മഹാഭാരതത്തിനെ കുറിച്ച് കുറച്ച് അറിയാൻ ഈ സിനിമ കിട്ടില്ല ഇഷ്ടപ്പെടും. സൂപ്പർ സിനിമ, കിട്ടില്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പടം ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. ഓവറോളെല്ലാം അടിപൊളിയാണ്. ബ്രോ എങ്ങനെയാണ് പടം? എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? VFX ഒക്കെ നൈസ് വർക്കാണ് ചെയ്ത് വെച്ചാൽ. ഇപ്പം നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കാണാത്തൊരു VFX സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ആണ്. ഓക്കെ, ഓക്കെ. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ബ്രോ പടം? ചേട്ടാ പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? രണ്ടു വാക്ക്. ഓക്കെ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലൈമാക്സ് നല്ല വിഷ്വൽസ് ആണ്. തിയേറ്ററിൽ തന്നെ കാണും. അടിപൊളിയായിരുന്നു. ഫ്യൂച്ചർ ഞാൻ ഷസാമിന്റെ റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. ടെക്നിക്കലി നല്ല റിച്ച് ആണ്. വിഷ്വൽസ് ഒക്കെ അടിപൊളി. കിടിലം പടം. പ്രഭാസിന്റെ കമ്പാക്ക്. ശരിക്കും പലരും പറഞ്ഞൊരു ആദിപുരുഷൻ കമ്പയർ പത്ര പൊള്ളിലാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആദിപുരുഷാണ് ഏറ്റവും ബേസ്. ഇതാണ് ഏറ്റവും നല്ല പ്രഭാസിന്റെ പടം. ബാഹുബലിക്ക് പിന്നെ സാലാറുള്ളായിരുന്നു. ഉദ്ദേശം കിടിലം പടം. നല്ല രീതിയിലുള്ള നെഗറ്റീവ് വരുന്നുണ്ടല്ലോ പടം. നെഗറ്റീവ് ഒന്നും പറയില്ലേ പടത്തിന്. കിടിലം പടമാണ്. ആദിപുരുഷ വെച്ച് നോക്കുമ്പോ കട്ട ഭേദമാണ്. എന്റെ പൊന്നോ, പ്രഭാസിന്റെ മുഖമൊക്കെ കിടില വേണ്ടിയിരിക്കും. എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ഒരു തിരിച്ചുവരവ് തന്നെയാണോ പ്രഭാസ്? എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെക്കൻഡ് ഹാഫിലെ മേക്കിങ്ങും ഒരു സ്റ്റോറിയൊക്കെ പോകുന്ന രീതിയും മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. VFX എല്ലാം നല്ലതായിരുന്നു. നമ്മൾ സ്റ്റാർ വാർസും ഒക്കെ കണ്ടത് നല്ലതായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു പടം? VFX ഒക്കെ ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാസ്റ്റ് തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത 2-3 കാസ്റ്റ് ക്യാമിയോ ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് ചെയ്യണം. പ്രഭാസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബാഹുബലിക്ക് ശേഷം തിരിച്ചു വന്ന പടമാണെന്നൊക്കെ പറയാം. പ്രഭാസിനെക്കാട്ടും ഷോ ഫീൽ ചെയ്യുന്നത് അമിതാഭ് ബച്ചനാണ്. ലെവലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. നല്ല പടമായിരുന്നു. പ്രഭാസൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട് ലാസ്റ്റ്. അത് പോയി കാണുന്നതാണ് നല്ലത്. വേറെ സ്പോയിലറൊക്കെ അറിയുന്നതിന് മുന്നേ നേരിട്ട് പോയി കാണുന്നതിനാണ് നല്ലത്. നല്ല അടിപൊളി മൂവി, മസ്റ്റ് വാച്ച് ആണ്. ഭയങ്കര ഗ്രാൻഡായിട്ടുണ്ട്. സ്റ്റോറി ഇപ്പോൾ നമുക്ക് ആ പുരാണം കുറച്ചുകൂടെ അറിയാമെന്നുള്ളത് പെട്ടെന്ന് കണക്റ്റ് ആവും.
അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ മേക്കിംഗ് ഒക്കെ ഭയങ്കര ഗ്രാൻഡായിട്ട് ഉണ്ടാക്കി, ക്ലൈമാക്സും അടിപൊളിയാണ്. അതുപോലെ പ്രഭാസിന് ഒരു കംബാക്ക് തന്നെ